ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പുഴുത്തിയ പേജുകൾ പുറത്തുവരുമോ ഇല്ലയോ എന്ന് ഉടനെ അറിയാം. റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വിവരാവകാശ കമ്മീഷന്റെ നിർണായകമായ ഉത്തരവ് അല്പസമയത്തിനകം വരും. 5 പേജുകൾ ഒഴിവാക്കിയതിനെതിരെ റിപ്പോർട്ടർ നൽകിയ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം വിധി പറയുക. റിപ്പോർട്ടർ പരാതിയിൽ കഴമ്പുണ്ടെന്ന് നേരത്തെ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും പേജുകൾ പുറത്തുവിടാൻ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥർക്ക് എന്ത് വീഴ്ച സംഭവിച്ചു? ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പൂർണ്ണരൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തു വിടുന്നതിന് ഗവൺമെൻറ്റിന് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പുറത്തു വിടാൻ ആർക്കെങ്കിലും അപ്പീലിന്മേൽ തീരുമാനമെടുത്ത് അല്ലെ കോടതി പറയുമ്പോൾ അത് പുറത്തു വിടുന്നതിന് എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത്? ആർ റോഷിപ്പാലും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരും. ആർ റോഷിപ്പാൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസിലാണ് നിൽക്കുന്നത്. ആർ റോഷിപ്പാൽ, വിധി പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ നീക്കം ചെയ്ത ഖണ്ഡികകളും പേജുകളും ആരാണ് നൽകേണ്ടത്? അത് വിവരാവകാശ കമ്മീഷന്റെ ഓഫീസിൽ നിന്നാണോ നമുക്ക് ലഭിക്കുക, അതല്ല സാംസ്കാരിക വകുപ്പിൽ നിന്നാണോ നമുക്ക് ലഭിക്കുക? റോഷിപ്പാൽ, അരുൺകുമാർ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്പീലിൽ ഇന്ന് അല്പസമയത്തിനകം വിധി പറയും. കൃത്യം 11 മണിക്കാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വിധി പറയുക. നമുക്കറിയാം, നേരത്തെ തെളിവെടുപ്പ് നടന്നിരുന്നു. വളരെ വിശദമായ വാദമായിരുന്നു. അന്ന് നമ്മൾ ഈ അപ്പീൽ നൽകുമ്പോൾ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെ അവിടെയും ഉന്നയിച്ചു. പക്ഷേ സാംസ്കാരിക വകുപ്പ് ഈ കടുംവെട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് മാത്രമാണ്. പക്ഷേ അത് പൂർണ്ണമായും വിവരാവകാശ കമ്മീഷൻ തള്ളി. അതിനു പുറമെ ഈ അപ്പീലിൽ ഉന്നയിച്ച പരാതികൾ അത് ഗൗരവമുള്ളതാണ്, അതിൽ കഴമ്പുണ്ടെന്ന ഒരു കണ്ടെത്തലുമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ വിധിയിൽ കൂടുതൽ പേജുകൾ പുറത്തുവിടാനുള്ള നിർദ്ദേശം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അല്പസമയം കാത്തിരുന്നാൽ മതി. ഏതായാലും ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അത് വിവരാവകാശ കമ്മീഷണറേറ്റിലാണുള്ളത്. കാരണം അന്ന് ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി അതിന് തൊട്ടു പിന്നാലെ തന്നെ മുഴുവൻ റിപ്പോർട്ടും നേരെ എത്തിക്കാൻ, ഓഫീസിലേക്ക് സീൽ ചെയ്ത കവറിൽ എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കാരണം തെളിവെടുപ്പ് ഘട്ടത്തിൽ ഈ മുഖ്യ 5 പേജുകൾ 97 മുതൽ 107 വരെയുള്ള 11 പാരഗ്രാഫുകൾ അടങ്ങുന്ന 5 പേജുകൾ, അതിന് പുറമെ സാംസ്കാരിക വകുപ്പ് നീക്കം ചെയ്ത 130ഓളം വരുന്ന പേജുകളുണ്ട്. ആ ഗണ്ണികളടക്കം ആ 130ഓളം ഗണ്ണികൾ, ആ ഗണ്ണികൾ വളരെ വിശദമായി പരിശോധിക്കണം. അത് പുറത്തുവിടാൻ പറ്റുന്നതാണെങ്കിൽ അതും പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഴുവൻ റിപ്പോർട്ടും പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ പരിശോധിക്കുന്നു. പുറത്തുവിടാത്ത ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുറത്തുവിടുമെന്ന് നേരത്തെ പറയുകയും പിന്നീട് അവസാന നിമിഷം ഒഴിവാക്കുകയും ചെയ്ത 5 പേജുകളിലെ 11 പാരഗ്രാഫുകൾ അത് താരതമ്യം ചെയ്ത് പരിശോധിച്ചു. നേരത്തെ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വിശദമായി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചിരുന്നു. അന്ന് പരിശോധിച്ചതിന് ശേഷം ചില പേജുകൾ പുറത്തുവിടരുത്, ചില ഗണ്ണികകൾ പുറത്തുവിടരുന്ന നിർദ്ദേശം സാംസ്കാരിക വകുപ്പിന് നൽകിയിരുന്നു. അതിന് പുറമെ കൂടുതൽ പേജുകൾ പരിശോധിച്ച് ഈ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേറെ ഏതെങ്കിലും പേജുകളോ പാരഗ്രാഫുകളോ പുറത്തുവിടാതിരിക്കണമെങ്കിൽ അത് ചെയ്യാനുള്ള അനുമതി സാംസ്കാരിക വകുപ്പിന് നൽകിയിരുന്നു. പക്ഷേ ആ അനുമതിയുടെ മറവിൽ കൂടുതൽ പേജുകൾ പുറത്തുവിടാതിരുന്നു. കൂടുതൽ ഗണ്ണികകൾ സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തി എന്ന ആരോപണം വിവരാവകാശ കമ്മീഷന് മുന്നിൽ നമ്മൾ ഉയർത്തിയിരുന്നു. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിശദമായ പരിശോധനയിലേക്ക് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം എത്തിയത്. ദിവസങ്ങൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ന് ഉത്തരവ് പുറത്തുവിടുന്നത്. ഏതായാലും ഉത്തരവ് പുറത്തു വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ ഉത്തരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അടക്കം എല്ലാം സീൽ ചെയ്ത് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് കൈമാറും. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ. അവർക്ക് ഈ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ ഉത്തരവിൽ കൂടുതൽ പേജുകൾ പുറത്തുവിടുമെന്ന നിർദ്ദേശമുണ്ടെങ്കിൽ ആ പേജുകൾ കൂടി അധികം താമസിയാതെ തന്നെ, ഒരു പക്ഷേ ഏറ്റവും അടുത്ത ദിവസം തന്നെ, ഏറ്റവും അടുത്ത മണിക്കൂറുകൾ തന്നെ അവർക്ക് പുറത്തുവിടാൻ പറ്റുന്നതാണ്. കാരണം എത്ര പേജുകൾ, എത്ര പാരഗ്രാഫുകൾ